അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസസിനെ കുറിച്ചാണ്. ടെൻസസ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾ. ടെൻസസ് ഡെമോൺസ്ട്രേറ്റ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ ഇൻ എ സെൻറ്റൻസ് യൂഷ്വലി പെർഫോംഡ് ബൈ ഓർ സെൻറ്റേഡ് എറൗണ്ട് ദി സബ്ജക്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. ഒരു വാക്യത്തിലെ പ്രവൃത്തിയുടെ സമയം ടെൻസുകൾ പ്രകടമാക്കുന്നു. The actions are called verbs. Verbs change according to the tenses and other issues. As verbs are the most important element of English sentences, tenses also carry the paramount importance in English grammar. പ്രവർത്തനങ്ങളെ ക്രിയകൾ എന്ന് വിളിക്കുന്നു. ക്രിയകൾ ടെൻസസുകൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും അനുസരിച്ച് മാറുന്നു. ക്രിയകൾ ഇംഗ്ലീഷ് വാക്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായതിനാൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസുകൾക്ക് പ്രാധാന്യമുണ്ട്. ടെൻസസ് ആർ മെയിൻലി ഇൻറ്റു 3 ടൈപ്സ്. ടെൻസസുകൾ പ്രധാനമായും 3 ടൈപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസ് എന്നാൽ വർത്തമാന കാലം. സെക്കൻഡ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്നാൽ ഭൂതകാലം, അതായത് കഴിഞ്ഞുപോയ കാലം. തേർഡ് വൺ ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം, ഇനി വരാനിരിക്കുന്ന കാലം. ഈച്ച് ഓഫ് ദി ടൈപ്പ് ഓഫ് ടെൻസസ് ഹാസ് 4 ഡിഫറൻറ്റ് ഫോംസ്. ഇവ ഓരോന്നിലും 4 ഡിഫറൻറ്റ് ഫോംസുകൾ ഉണ്ട്. അതായത് പ്രസൻറ്റ് ടെൻസിൽ 4 ഫോംസുകളുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിലും 4 ഫോംസുകളുണ്ട്. ഫ്യൂച്ചർ ടെൻസിലും 4 ഫോംസുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സെക്കൻഡ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും ഇതിനെ പറയാറുണ്ട്. തേർഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, ഫോർത്ത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാറുണ്ട്. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. Simple present tense denote a stative or habitual or eternally true action. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒരു സ്റ്റേറ്റീവ് അല്ലെങ്കിൽ പതിവ് അല്ലെങ്കിൽ ശാശ്വതമായി യഥാർത്ഥ പ്രവർത്തനം സൂചിപ്പിക്കുന്നു. ജനറലി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആൻ ആക്ഷൻ വിച്ച് ഹാപ്പൻസ്. സംഭവിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഓൾവേസ്, റെഗുലർലി, എവരി ഡേ, ഡെയിലി, നോർമലി, ജനറലി, യൂഷ്വലി, ഒക്കേഷണലി, സംടൈംസ്, ഓഫൺ, റെയർലി, ഫ്രീക്വൻ്റ്ലി, nowadays, naturally, seldom, constantly, never, every week, every year, once a year, on a week, at times, at present, now and then, all the time. ഇവയൊക്കെ വരികയാണെങ്കിൽ അത് സാധാരണയായി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. സ്ട്രക്ചർ. സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ പേഴ്സൺ പ്ലസ് വെർബ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ഫോം പ്ലസ് എസ് ഓർ ഇ എസ്. സബ്ജക്റ്റ്
all other kinds plus verb in simple present form plus etc. Note: when verbs work as the main verb in a sentence, they are different from the above structures. ഒരു വാക്യത്തിലെ പ്രധാന ക്രിയ അല്ലെങ്കിൽ വെർബ് പ്രവർത്തിക്കുമ്പോൾ അവ മുകളിലുള്ള ഘടനകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവിടെ പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിംഗുലറിലും പ്ലൂറലിലും വരുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ, ഐ ആം എ ഗുഡ് ക്രിക്കറ്റ് പ്ലെയർ. വി ആർ ഗുഡ് ക്രിക്കറ്റ് പ്ലേയേഴ്സ്. സെക്കൻഡ് പേഴ്സൺ, യു ആർ ആൻ ഇറസ്പോൺസിബിൾ പേഴ്സൺ. യു ഓൾ ആർ always irresponsible. Third person, the earth is smaller than Jupiter. Junk foods are not good for health. There are some stative verbs which are usually used in simple tenses, whether present or past or future. നിലവിലുള്ളതോ പഴയതോ ഭാവിയിലോ ലളിതമായ ചില സമയങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചില സ്റ്റേറ്റീവ് വെർബ്സുകൾ ഉണ്ട്. ദ സ്റ്റേറ്റീവ് വെർബ്സ് ആർ ഹാവ്, അണ്ടർസ്റ്റാൻഡ്, നോ, ബിലീവ്, ഹെയ്റ്റ്, നീഡ്, hear, love, smell, appear, see, like, seem, want, taste, wish, sound, own. Examples: I know Billy Bob. He understands it. Some people do not believe in God. I usually wake up at 6 a.m. He plays cricket, but his brother plays football. Earth is bigger than Mercury. The heat of the sun is the least in the polar. Next, present continuous tense or present progressive tense. The present progressive tense is used to indicate either ongoing time or now. However, the stative verbs do not usually take the form of present progressive, even though they refer to the present time. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നിലവിലുള്ള സമയത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും സ്റ്റേറ്റീവ് വെർബ്സ് സാധാരണയായി ഇന്നത്തെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. നൗ, കണ്ടിന്യൂവലി, പെർപ്പച്വലി, അറ്റ് ദിസ് മൂമെൻറ്റ്, അറ്റ് ദി മൂമെൻറ്റ്, റൈറ്റ് നൗ, ദിസ് സീസൺ, ദിസ് ഇയർ, ഫോർ എവർ, എക്സെട്ര ആർ usually the signs of a verb to take present progressive tense. However, these signs are not necessary all the time for a verb to present progressive tense. Now, continually, perpetually, at this moment, at this season, this year, forever മുതലായവ സാധാരണയായി
പ്രസൻറ്റ് പ്രോഗ്രസീവ് ഓർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സൈനുകളാണ്. എന്നിരുന്നാലും ഒരു വെർബിന് പ്രസൻറ്റ് പ്രോഗ്രസീവ് ടെൻസ് പ്രസൻറ്റ് ചെയ്യുന്നതിന് ഈ സൈനുകൾ ആവശ്യമില്ല. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ്. എക്സാമ്പിൾസ്: I am going to the college field. He is coming here for some tips. They are making a basketball ground. Why are you working in that horrible place? 4 teams are playing at this moment. This structure is also used to demonstrate a future time. ഭാവിയിലും സമയം പ്രകടിപ്പിക്കുന്നതിന് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ: അലക്സ് ഈസ് ലീവിങ് ഫോർ പോർച്ചുഗൽ ടുമോറോ. I am going to complete my task tomorrow. Our bus is leaving at 6 p.m. They are flying to Australia next month. അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. The present perfect tense is used when one intends to indicate an action that occurred at a time which is indefinite and has its effect on the subject, or an action that occurred many times and has the possibility to occur in the present or future, or an action that began in the past and still going on in the present. ഇൻഡെഫിനിറ്റിൽ ആയതും സബ്ജക്റ്റിൽ അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പലതവണ സംഭവിച്ചു, ഒപ്പം നിലവിലുള്ള ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ആരംഭിച്ച് വർത്തമാനകാലത്ത്, അതായത് പ്രസൻറ്റ് ടെൻസിൽ തുടരുന്ന ഒരാക്ഷൻ. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് വെർബ് ഇൻ ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പ്ലസ്. എക്സാമ്പിൾ: Alex has read the book through. No time is indicated. I have read this poem many times. Not habitual occurred many times in the past. He has lived in the apartment for 15 years. Still going on. Just, already, yet, just, now, ever, latterly, recently, etc. are some of the signs of present perfect tense. Note: already comes between have or has and the past participle, yet appears with a negative form at the end of the sentence. ഇതിനകം ഹാവ് ഓർ ഹാസിനും ഇടയിലുണ്ട്. ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ ഒരു മുൻതൂക്കം ഇതുവരെ ഒരു നെഗറ്റീവ് രൂപത്തിൽ ദൃശ്യമാകുന്നു. എക്സാമ്പിൾസ്: Alex has already
reached there. Alex has not reached yet. I have already cleaned the house. I have not cleaned the house yet. നെക്സ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് ദി ലീസ്റ്റ് യൂസ്ഡ് ഫോം ഓഫ് പ്രസൻറ്റ് ടെൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി ആക്ഷൻ ദാറ്റ് ബിഗാൻ ഇൻ ദി പാസ്റ്റ് ആൻഡ് ഈസ് സ്റ്റിൽ ഒക്വറിങ് ഇൻ ദി പ്രസൻറ്റ്. Both present perfect and present perfect continuous can be used to indicate this type of action. വർത്തമാന കാലഘട്ടത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ രൂപമാണിത്. മുൻകാലങ്ങളിൽ ആരംഭിച്ചതും വർത്തമാനകാലത്തുണ്ടായതുമായ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇവ രണ്ടും ഇത്തരത്തിലുള്ള ആക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ്. എക്സാമ്പിൾ: Alex has been reading for 3 years. I have been sleeping since 10 a.m. Robert has been working at that shop for 6 years. We have been living together for 4 years. I have been singing different kinds of songs, especially modern. He has been traveling around the world for a month. I have not been watching the cricket match for an hour. I have been helping him to do the task for an hour. My mom has been cooking for 3 hours. പ്രസൻറ്റ് ടെൻസിൻ്റെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് ടെൻസ് ഓൾസോ ഹാസ് 4 ഫോംസ്. പാസ്റ്റ് ടെൻസിനും 4 ഫോമുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓർ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. സെക്കൻഡ്, പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് ഓർ പാസ്റ്റ് പ്രോഗ്രസീവ് കണ്ടിന്യൂസ് ടെൻസ്. തേർഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഫോർത്ത് വൺ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓർ പാസ്റ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ്. അടുത്തതായി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ഓൾസോ നോൺ ആസ് പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്, ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ഫിനിഷ്ഡ് ഓർ കംപ്ലീറ്റഡ് ആക്ഷൻ, ടാസ്ക് ദാറ്റ് ഒക്വേർഡ്, ഹാപ്പൻഡ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം ഇൻ ദി പാസ്റ്റ്. ദി സ്പെസിഫിക് ടൈം ക്യാൻ ബി ഡൈവേഴ്സ് and can cover a long period of time, but it cannot be undeterminable. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്നും പറയാറുണ്ട്. മുൻകാലങ്ങളിൽ ഒരു നിർദ്ദിഷ്ട ഘട്ടത്തിൽ സംഭവിച്ച ഒരു പൂർത്തിയാക്കിയ അല്ലെങ്കിൽ പൂർത്തിയാക്കിയ പ്രവർത്തനം ടാസ്ക് സൂചിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. ഒരു നിർദ്ദിഷ്ട സമയം വൈവിധ്യപൂർണവും ദീർഘനേരം ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ്, പക്ഷേ അത് നിർണ്ണയിക്കാൻ ആവില്ല.
Structure. Subject plus verb in the past form plus adverb of time plus note. Adverb of time can also be at the beginning of the sentence. Other sentences can also refer to that adverb and can use simple past tense. സമയത്തിൻ്റെ ക്രിയാവിശേഷണം വാക്യത്തിൻ്റെ തുടക്കത്തിലും ആകാം. മറ്റു വാക്യങ്ങൾക്ക് ആ ക്രിയാപദത്തെ പരാമർശിക്കാനും ലളിതമായ ഭൂതകാലം ഉപയോഗിക്കുവാനും കഴിയും. എക്സാമ്പിൾ: അലക്സ് വെന്റ് ടു മെക്സിക്കോ ലാസ്റ്റ് ഇയർ. I ate a mango a few minutes ago. He had an exam yesterday. I used to travel around the world when I was fit. It can also indicate a habit of the past which is not a habit in the present. അടുത്തതായി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഓർ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ്. ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഹാപ്പനിങ് ഇൻ ദി പാസ്റ്റ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം ഇൻ എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്. The context can be a specific time or another action. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം പ്രകടമാക്കുന്നതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. സന്ദർഭം ഒരു നിശ്ചിത സമയമോ പ്രവർത്തനമോ ആകാം. സ്ട്രക്ചേഴ്സ്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing plus a specific time. Example: Rhino was sleeping yesterday at 6:30 a.m. I was cleaning the dishes at around 5:30 to 6:30 yesterday. When plus subject plus simple past tense plus subject plus was or were plus verb plus ing. When I went out, you were shouting from behind. When Alex came, I was sleeping. Subject plus was or were plus verb plus ing plus when plus subject plus simple past tense. You were shouting from behind when I went outside. Next, I was sleeping when Ramu came home. അടുത്തത് while plus subject plus was or were plus verb plus ing. Subject plus was or were plus verb plus ing. While I was sleeping, you were making noises. While Ramu was playing, I was sleeping. Note: while can also be placed between the two clauses, and one of the clauses can be a simple past tense. രണ്ട് വാക്യങ്ങൾക്കിടയിലും സ്ഥാപിക്കാം. കൂടാതെ ഒരു ഉപവാക്യം ലളിതമായ ഭൂതകാലവും ആകാം.
Past perfect tense. The past perfect tense is used to demonstrate an action that occurred before another action in the past. There are usually two completed actions in the sentence. One happens before the other. ഭൂതകാലത്തിലെ മറ്റൊരു പ്രവർത്തനത്തിന് മുമ്പ് സംഭവിച്ച ഒരു പ്രവർത്തനം തെളിയിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. വാക്യത്തിൽ സാധാരണയായി പൂർത്തിയായ രണ്ടു പ്രവൃത്തികൾ മറ്റൊന്നിന് മുമ്പായി സംഭവിക്കുന്നു. സ്ട്രക്ചേഴ്സ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി മെയിൻ വെർബ് പ്ലസ് ബിഫോർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. Alex had completed the task before the teacher asked. I had bought a phone before you came here. Before plus subject plus simple past tense plus subject plus had plus past participle form of verb plus. Before I went to the office, I finished some business with her. Before she went home, she had taken a test. Subject plus simple past tense plus after plus subject plus had plus past participle. Mark 8 after I had bought him a bat. I went to the office after I had finished some business with her. After plus subject plus had plus past participle plus subject plus simple past tense. After I had bought a phone, she came to the shop. After she had gone, I came in. Note: when can be used in place of മുകളിലുള്ള ഏതെങ്കിലും ഘടനയിൽ മുമ്പോ ശേഷമോ when ഉപയോഗിക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. The past perfect continuous tense is an extension to the past perfect tense and its structure is used to demonstrate an action which continued for a specific period of time but stopped before another action. The past perfect continuous tense ഭൂതകാലത്തെ തികഞ്ഞ പിരിമുറുക്കത്തിൻ്റെ വിപുലീകരണമാണ്. മാത്രമല്ല അതിൻ്റെ ഘടനയും ഒരു നിർദ്ദിഷ്ട കാലയളവിൽ തുടർന്നെങ്കിലും മറ്റൊരു പ്രവർത്തനത്തിന് മുമ്പ് നിർത്തിയ ഒരു പ്രവർത്തനം പ്രദർശിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഫോർ ഓർ സിൻസ് പ്ലസ് ബിഫോർ പ്ലസ് subject plus past simple tense. Alan had been playing cricket for 18 years before he retired. Jack had been living in Sydney since 2010 before he moved to Melbourne. Note: this tense can be replaced by the past perfect tense withdrawing for or since. ഈ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാം.
അടുത്തത് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് also has 4 forms. However, one of the forms has no practical use. First one, simple future tense or future indefinite tense. Second, future continuous tense. Third one, future perfect tense. Fourth one, future perfect continuous tense. Simple future tense. The simple future tense is used when an action is promised or though to occur in the future. ഒരു പ്രവൃത്തി വാഗ്ദാനം ചെയ്യുമ്പോഴോ ഭാവിയിൽ സംഭവിക്കുമ്പോഴോ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് വെർബ് പ്ലസ്. എക്സാമ്പിൾ: വി ഷാൾ മൂവ് ടു അനദർ സിറ്റി. He will come to New York tomorrow. They will make a phone which has artificial intelligence. Note: the structure of the present progressive tense also can be used when an action is promised or arranged or planned to take place in the നിയർ ഫ്യൂച്ചർ. ഒരു പ്രവൃത്തി വാഗ്ദാനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ നടക്കാൻ ആസൂത്രണം ചെയ്യുമ്പോഴോ ഇപ്പോഴത്തെ പുരോഗമന കാലഘട്ടത്തിൻ്റെ ഘടന ഉപയോഗിക്കാം. എക്സാമ്പിൾ: വി ആർ മൂവിങ് ടു ടെക്സാസ് നെക്സ്റ്റ് വീക്ക്. ദ ബസ് ഈസ് ലീവിങ് അറ്റ് 6 PM. Future continuous tense. The future continuous tense is used when an action is promised or thought to be going to at a specific time or context in the future. ഭാവിയിൽ ഒരു നിർദ്ദിഷ്ട സമയത്ത് അല്ലെങ്കിൽ സന്ദർഭത്തിൽ ഒരു പ്രവൃത്തി വാഗ്ദാനം ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നടക്കുമെന്ന് കരുതപ്പെടുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. എക്സാമ്പിൾ: I shall be sleeping at around 6 AM tomorrow. They will be playing at this time tomorrow. She will be watching TV when I come home. I will be working in the office while you watch a movie. Future perfect tense. The future perfect tense is used to demonstrate an action which is promised to be done by a certain time in the future. ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഒരു പ്രവർത്തനം പ്രകടമാക്കുന്നതിന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് വെർബ് ഇൻ ദി പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ: I shall have completed the assignment by Monday. She will have cleaned the house before her father comes. Alex will have submitted the tender by tomorrow.
Before I go to see her, she will left the place. They will have finished making the bridge by January. Next, future perfect continuous tense. The tense gives more importance to the continuous aspects of the action. പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായ വശങ്ങൾക്ക് ഇത് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. സ്ട്രക്ചർ: സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. Exercise: those trees were planted in 2010. They will have been growing for 20 years by 2030. The cook joined in 2013. By 2023, he will have been working for us for 10 years. That umbrella was left in that corner last Sunday. By next Sunday, it will have been lying there for a week. ടെൻസസ്. ഇപ്പോൾ നിങ്ങൾക്ക് ടെൻസിനെ കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. കുറച്ചുകൂടി ലളിതമായ രീതിയിൽ വിശകലനം ചെയ്യാം. ടെൻസ് 3 വിധമുണ്ട്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രസൻറ്റ് ടെൻസിന് തന്നെ 4 വിധത്തിലുണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. Second one, present continuous tense. Third one, present perfect tense. And fourth one, present perfect continuous tense. ഇനിയും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോം അല്ലെങ്കിൽ സ്ട്രക്ചർ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് എസ് ഓർ ഇ എസ് വിത്ത് വെർബ് എക്സെപ്റ്റ് I and you. അടുത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം. സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing. നെക്സ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം. സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്. And last one, present perfect continuous tense. Subject plus have or has plus been plus verb plus ing. അടുത്തത് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസും 4 വിധമാണുള്ളത്. ഫസ്റ്റ് വൺ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സെക്കൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. തേർഡ് വൺ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ആൻഡ് ഫോർത്ത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ടെൻസ് ഓഫ് ദി വെർബ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ing. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അടുത്തത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസ്
4 ടൈപ്സ് ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അതിൻ്റെ ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ്. ഷാൾ പ്ലസ് വെർബ് ഷോസ് ഫ്യൂച്ചർ വിത്ത് ദി ഫസ്റ്റ് പേഴ്സൺ ഐ വി only. നെക്സ്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വെർബ്. ആൻഡ് ലാസ്റ്റ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.